Hey guys, welcome back to our channel. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പാലിൻഡ്രോം ഓഫ് എ സ്ട്രിങ്ങിൻ്റെ പ്രോഗ്രാമാണ്. അതായത് ഒരു സ്ട്രിങ് പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് നോക്കാനില്ല ഒരു സി പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് എഴുതാൻ പോകുന്നത്. ഓക്കെ, ഇത് സ്ട്രിങ് ഡോട്ട് എച്ച് ലൈബ്രറിയിലത്തെ കുറേ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓൺലി 21 ലൈൻസ് ഓഫ് കോഡ്സ് മാത്രമേ ഇതിലുള്ളൂ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതും വേഗം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കോഡാണ്. സോ നമുക്ക് തുടങ്ങാം. ഇനീഷ്യലി നമ്മൾ എന്ത് ചെയ്തു, അതായത് ആ പാലിൻഡ്രോം ചെക്ക് ചെയ്യാനില്ല ആ സ്ട്രിങ് നമ്മൾ റിട്രീവ് ചെയ്തു യൂസറിൽ നിന്ന്. അതായത് ഈ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഗെറ്റസ് വെച്ചിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു വേർഡ് നമ്മൾ എസ്സിൽ സ്റ്റോർ ചെയ്തു. ഓക്കെ, എസ് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രിങ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്ട്രീം ഓഫ് അറേ ആണ്. അപ്പോൾ അറേയിൽ നമ്മൾ എന്ത് ചെയ്തു, ആ ആ വന്ന സ്ട്രിങ് സ്റ്റോർ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ വേർഡ് എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് എടുത്തു വെച്ചു. ഓക്കെ, അത് ഞാൻ എന്തിനാണ് എടുത്തു വെച്ചത്? അപ്പം ഞാനിവിടെ strrev എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. strrev ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു എസ് എന്ന് പറയുന്ന ഈ എസ് എന്ന് പറഞ്ഞ ഈ വേരിയബിളിൽ നമ്മൾ വന്ന സ്ട്രിങ് ഉണ്ടല്ലോ, ആ സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു സ്ട്രിങ് നമ്മളെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇനി ഇത് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ഒരു കോപ്പി ഞാൻ വേർഡിലേക്ക് എടുത്തു വെച്ചു. ഓക്കെ, അപ്പോൾ ഈ വേർഡിൽ നമ്മൾ ഒറിജിനൽ വേർഡും ഈ ഇവിടെ ഞാൻ strrev വിളിച്ചു കഴിഞ്ഞാൽ ഈ എസ്സിൽ നമുക്ക് റിവേഴ്സ് ചെയ്ത വേർഡും ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഞാൻ ഈ വേർഡിൽ ഒരു കോപ്പി എടുത്തു വെച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ആ റിവേഴ്സ് ഫംഗ്ഷൻ വിളിച്ചു. അപ്പോൾ എസ്സിൽ എന്ത് ചെയ്തു, റിവേഴ്സ് ആയിട്ടുള്ള ആ വേർഡ് കിട്ടി. ഓക്കെ, ഇനി strcmp കമ്പാരിസണിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ആ വേർഡും ആ റിവേഴ്സ് ചെയ്ത വേർഡും കമ്പയർ ചെയ്തു. അത് കമ്പയർ ചെയ്തിട്ട് ട്രൂ ആണ് റിട്ടേൺ ചെയ്യുന്നതെങ്കിൽ അത് 0 ആയിരിക്കും റിട്ടേൺ ചെയ്യൽ. ഓക്കെ, അത് ഈക്വൽ ആണെങ്കിൽ 0 റിട്ടേൺ ചെയ്യും. അങ്ങനെ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അത് പാലിൻഡ്രോം ആണെന്ന് അതിൻ്റെ അർത്ഥം. അല്ലാത്ത കേസിൽ അത് നോട്ട് പാലിൻഡ്രോം. ഓക്കെ, ഞാൻ ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ മലയാളം. ഓക്കെ, മലയാളം എന്ന് പറയുന്നത് പാലിൻഡ്രോം ആണ്. നെക്സ്റ്റ് വൺ റാൻഡമായിട്ട് നമുക്ക് എന്തെങ്കിലും അടിച്ചു കൊടുക്കാം. ഇറ്റ്സ് നോട്ട് പാലിൻഡ്രോം. അപ്പോൾ പ്രോഗ്രാം വർക്കിംഗ് ആണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.